ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്ന് പച്ച ഓമയ്ക്കയും തൊമ്മരപ്പരിപ്പും കൊണ്ട് ഒരു കറി വെക്കാൻ പോവുകയാണ്. പച്ച ഓമയ്ക്ക വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്കൊക്കെ അത് മാറാനൊക്കെ ഒത്തിരി നല്ലതാണ്. ജോയിൻറ്റ്സ് പെയിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാനിത് ഒന്ന് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിതുപോലെ ഓമയ്ക്ക കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇനി ഞാനിതിനകത്ത് തൊമരപ്പരിപ്പിട്ട് വേവിക്കാൻ പോവുകയാണ്. ഓമയ്ക്ക നല്ലപോലെ കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ. നമ്മുടെ പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പഴയ ആൾക്കാർ ഇതൊക്കെ ഓമയ്ക്കൊക്കെ നിറയെ യൂസ് ചെയ്യുമായിരുന്നു. ഇതിനകത്ത് ഞാൻ ഒരു തക്കാളിപ്പഴം, ഒരു 2 പച്ചമുളക്, പിന്നെ കരിയാപ്പില അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് തൊമരപ്പരിപ്പ് അങ്ങോട്ടിടാമേ. ഇതിനകത്ത് ഞാൻ തൊമരപ്പരിപ്പ് ഇട്ട് ഇനി ഞാൻ അതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഇനി കുറച്ച് സോൾട്ട് ഇടുവാണേ. ഇവിടെ ഞാൻ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഞാനൊരു അരമുറി തേങ്ങ തിരുമ്മി എടുത്തു. ഇവിടെ ഞാൻ 1 സ്പൂൺ ജീരകം, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി, 2 വെളുത്തുള്ളി. ഇനി ഞാനിത് ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കടുക് വറുക്കാൻ പോവുകയാണ്. കടായി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ 2 ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞ ഉള്ളി, ഇച്ചിരി ഇഞ്ചി, വറ്റൽമുളക്, കരിയാപ്പില മൂത്ത് കഴിയുന്നുണ്ട്. ഇച്ചിരി തേങ്ങാപ്പീര അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇവിടെ തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു 1/2 സ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ അരച്ച് വെച്ച തേങ്ങ ചൂടാക്കുവാണ്, അല്ലെ പച്ച ചുവയ്ക്കും. ഇവിടെ നമ്മുടെ പരിപ്പും ഓമയ്ക്കയും വെന്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. അങ്ങനെ നമ്മുടെ ഓമയ്ക്ക തൊമരപ്പരിപ്പ് കറി അടിപൊളി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി. അങ്ങനെ നമ്മുടെ പപ്പായ തൊമരപ്പരിപ്പ് കറി റെഡി. അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. സൂപ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.